ഇതാണ് അവസ്ഥ. അപ്പൊ അഗ്രഷനാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഇന്നലെ നല്ല കടി കിട്ടി. ഇന്നലെ ഒരു തൊടിയിൽ പോയപ്പം എന്തോ ഒരു മീനിന്റെ എന്തോ ഒരു സാധനം കിടക്കുന്നുണ്ടിട്ട് അത് കടിക്കാൻ പോയി. ഞാനത് ജസ്റ്റ് ഒന്ന് കഴുത്ത് പിടിച്ചൊന്ന് എടുക്കാൻ പോയപ്പോ നല്ല കടി കിട്ടി. അത് സാധാരണ കിട്ടുന്ന കടീനെക്കാട്ടിലും വേദന ഉണ്ടായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് എടുക്കാൻ പോയാൽ മോരുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു സാധനം കടിച്ചു പിടിച്ച് നിൽക്കുകയാണെന്നാണെങ്കിൽ മോരുള്ളൂ. അത് കടിക്കാൻ നല്ല കടി കടിക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. ഇപ്പൊ ഈ ചെരുപ്പ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇവൻ ദേഷിക്കും. അതാണ് വിഷയം. അത് പപ്പി ബൈറ്റ് അല്ല, പപ്പി ബൈറ്റ് അല്ല. ഓക്കെ 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 ഓക്കെ, ഒന്നും ചെയ്യണ്ട. പ്ലാസ്റ്റിക് കവറോ അങ്ങനെ എന്തെങ്കിലും എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ കടിക്കും. അങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുക്കുക, നമുക്കത് പറഞ്ഞുതരാം. ഓക്കെ. എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ഈ ക്യാരക്ടർ നമുക്ക് ഇപ്പൊ ഇവിടെ സ്റ്റോപ്പ് ആകണം, എന്നാലേ പറ്റത്തുള്ളൂ. ഇത് വലുതാവുമ്പോഴും ഒരു സ്വഭാവം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണ് പറഞ്ഞത്, ഇപ്പൊ ഇവിടെ സ്റ്റോപ്പ് ആവണം. ഓക്കെ. ഓക്കെ, ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാവോ? കുപ്പി എന്തിനാണുള്ളത്? കുപ്പി എന്ന് പറയുന്നത് നമ്മുടെ കൈ കടി കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനുമല്ല. ഓക്കെ, തിരിച്ചു കൊടുക്കുക. റിപ്പീറ്റ്. ഇനി ആദ്യം കുപ്പി കാണിക്കുക. ഓക്കെ, മറ്റേതെടുക്കുക. അത് തിരിച്ചു കൊടുക്കുക. ഇപ്പൊ ചെയ്ത റോങ്. ഇല്ല, ഓക്കെ. ഇപ്പൊ ലെഫ്റ്റ് കൈ അല്ല, റൈറ്റ് കൈ ആദ്യം ഫ്രണ്ട് വരട്ടെ. ഇനി വാങ്ങിക്കും. അതെ. എടുത്തോ അവിടെ. ഓക്കെ, തിരിച്ചു കൊടുക്ക്. ഓക്കെ. അത് തന്നെ ഇപ്പൊ ചെയ്ത കറക്റ്റാ. കുപ്പി കാണിക്ക. ഇനി കുപ്പി ഇല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി തിരിച്ചു കൊടുക്ക്. ഓക്കെ, ഗുഡ്. ഒന്ന് തടവി കൊടുത്തേ. ഓക്കെ. ഇനി പതുക്കെ കവർ എടുത്ത് നോക്കുക. അത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കവറിനോടുള്ള ഒരു ഇത് പോയി. ഇനി തിരിച്ചു കൊടുക്ക്. ഇനി കുപ്പി വേണ്ട, ഇനി കുപ്പി മാറ്റിക്കോ. കുപ്പി ഇനിയിപ്പൊ യൂസ് ചെയ്യണ്ട. ഓക്കെ. ഇപ്പൊ എന്തോ സംഭവിച്ചെന്നറിയാവോ? ഇപ്പൊ ആ സാധനത്തിനോടുള്ള ഇത് പോയെന്ന് പറഞ്ഞില്ലേ? ആ സാധനം നമ്മള് തിരിച്ചു കൊടുക്കുമെന്നുള്ള വിശ്വാസം അയാൾക്കുണ്ടായി. മനസ്സിലായോ? അങ്ങനാണ് നമ്മള് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. പപ്പി നമ്മളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. 2 ടൈപ്പ് സാധനങ്ങൾ ഡോഗ് എടുക്കാൻ ചാൻസ് ഉണ്ട് പപ്പി. ഒന്നാമത്തേന്ന് പറയുന്നത് കളിക്കാനുള്ള സാധനങ്ങളായിരിക്കും, എന്തെങ്കിലും കടിച്ചു വലിക്കാനോ അങ്ങനെ കൊള്ളയായിരിക്കും അയാൾ തപ്പുന്നത്. രണ്ടാമത്തത് ഇപ്പൊ മാങ്ങ എന്ന് പറയുന്നു, കഴിക്കാനായിട്ട് എന്തെങ്കിലും സ്മെല്ലുള്ള സാധനങ്ങളായിരിക്കും. അപ്പൊ ഇതിന് രണ്ടിനെയും കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടോയ് കൈ വെച്ചേക്കാം. ടോയ് എന്ന് പറയുന്നത് ഈ കുപ്പി പോലുള്ള എന്തെങ്കിലും സാധനം കൈ വെക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും ട്രീറ്റുകൾ, അയാൾക്ക് ഇഷ്ടമുള്ള തിന്നാൻ ഇഷ്ടമുള്ള സാധനങ്ങളും കൈ വെച്ചേക്കുക. ഇവൻ എന്തോ ആണ് എടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മളവിടെ ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് അയാള് പോയിട്ട് എന്തെങ്കിലും ഒരു വേസ്റ്റ് പ്ലാസ്റ്റിക് കവർ ഇതേപോലെ എടുക്കുമ്പോ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒരു കുപ്പിയോ എന്തെങ്കിലും കാണിച്ചിട്ട് ആ സാധനം വാങ്ങിക്കുക. ഒരു ടൈപ്പ് ടോയും കൂടെ വാങ്ങിക്കാം, ഈ റബ്ബർ പോലുള്ള ബോണൊക്കെ ഉണ്ടല്ലോ. ചെരുപ്പ് കടിക്കുമ്പോ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു സാധനം പകരം കൊടുക്കണം. റബ്ബർ ബോൺ പോലത്തെ. അതെ. അതിന്റെ ഇപ്പൊ ടെക്സ്ചറും കടിക്കുമ്പോ ഇതേ സുഖം തന്നെ അവിടെ കിട്ടണം. നമ്മൾ ഓരോന്ന് റീപ്ലേസ് ചെയ്യുമ്പം ഇപ്പൊ ആഹാരം കഴിച്ചോണ്ടിരിക്കുന്നിടത്ത് നമ്മൾ കളിപ്പാട്ടം കൊണ്ടിട്ടിട്ട് കാര്യമില്ല. അയാൾ കഴിക്കാനായിട്ട് എടുക്കുമ്പോ ഇപ്പൊ ചോക്ലേറ്റ് എക്ലേഴ്സ് എടുത്തെന്ന് പറഞ്ഞു,
അതിന് പകരം ചിലപ്പോ ബോട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ കാണത്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പപ്പിയുടെ ബൈറ്റിങ്ങിന്റെ കറക്ഷൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നോർമൽ പപ്പി ബൈറ്റ് ആയിരുന്നു. ഈ പപ്പി എന്ന് പറയുന്നത് പക്ഷേ ഇതിന്റെ ബൈറ്റിങ് അഗ്രസീവ് ആണ്, അതേപോലെ തന്നെ റിസോഴ്സ് ഗാർഡിങ്ങും ഉണ്ട്. കഴിഞ്ഞ പപ്പിക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഒരു 4-5 മാസം ആകുമ്പോൾ അത് തനിയെ സ്റ്റോപ്പ് ആവുമായിരുന്നു. പക്ഷേ ഈ പപ്പിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് കൂടി വരികയുള്ളൂ, നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് പോകും. ആദ്യമായിട്ട് പപ്പിയെ വളർത്തുന്നവർക്ക് ഇതേപോലുള്ള ഒരുപാട് ഡിഫിക്കൽട്ടി ഫേസസ് വരും. അപ്പോൾ നമ്മൾ അറിയാവുന്നവരടുത്ത് ചോദിക്കുക, മനസ്സിലാക്കുക, അത് ക്ലിയർ ചെയ്ത് പോവുക. സൊസൈറ്റിയിൽ ഒരുപാട് പേര് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് പപ്പിയെ വളർത്തുന്ന നിർത്തിക്കൂടെ, ആ വിധത്തിൽ കളഞ്ഞിട്ട് പൊയ്ക്കൂടെ എന്നൊക്കെ സംസാരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം പഠിച്ചിട്ട് ഭൂമിയിലോട്ട് ആരും വരുന്നില്ല. നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് ക്ലിയർ ചെയ്ത് മുൻപത്തെക്കാട്ടിൽ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. നമുക്കിപ്പോൾ ഓൺലൈൻ പപ്പി കറക്ഷനും അതേപോലെ ബിഹേവിയർ മോഡിഫിക്കേഷനും എല്ലാം നമുക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കാവുന്നതാണ്. ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം.